കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായു തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. 78-ാം സങ്കീർത്തനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായു തുറക്കും. യേശു കർത്താവ് ജനങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് എന്താണ് ഇവരോടെല്ലാം ഉപമകളായിട്ട് സംസാരിക്കുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്ക് കിട്ടിയിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവൻ സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ, യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നവർ, അവരാണുള്ളവർ, അവർക്കും കൊടുത്തു, സമൃദ്ധിയായിട്ട് കൊടുത്തു. യേശു ദൈവപുത്രൻ, ദൈവമനുഷ്യനായി വന്നവൻ. ഇദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ കാണാൻ ആഗ്രഹിച്ച നീതിമാന്മാരുണ്ട്. പ്രവചിച്ചിട്ട് ഈ കാലത്തൊന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിലും ആഗ്രഹിച്ച പ്രവാചകന്മാരുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ഇപ്പോൾ ആ നാട്ടുകാർക്ക് കൊടുത്തിരിക്കുക. പക്ഷെ അവർ ഹൃദയം കൊണ്ട് സ്നേഹിക്കാതെ തല കൊണ്ട് ചിന്തിച്ച് യേശുവിനെ അവിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ അവരുടെ അവിശ്വാസം കണ്ടിട്ട് അവൻ്റെ നാട്ടിൽ വീര്യപ്രവൃത്തികളെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെഴുതിയിരിക്കുന്നത്. കാരണം അവർ നോക്കിയപ്പോൾ ജോസഫിൻ്റെ മകൻ, തച്ചൻ്റെ മകൻ, അമ്മ മറിയനറിയാം, ഇവൻ്റെ സഹോദരന്മാരെ ഞങ്ങൾക്കറിയാം, സഹോദരിമാരെ അറിയാം. അങ്ങനെ ക്രിസ്തു അല്ലല്ലോ. ക്രിസ്തു എന്ന് കരുതാൻ അവരുടെ തല അവരെ സമ്മതിച്ചില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, എല്ലാം കൊടുക്കാം, പക്ഷെ ഉപമയായിട്ട് കൊടുക്കാം. ഇവർ ബുദ്ധിയുള്ളവരല്ലേ, ഒരു തല കൊണ്ട് തന്നെ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ലോകസ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന ഒരു രഹസ്യം, അതെന്താണത്? വിശ്വസിക്കുന്നവർക്ക് രക്ഷ, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ, വിശ്വസിക്കുന്നവർക്ക് സ്വർഗരാജ്യം, വിശ്വാസത്താൽ നീതീകരണം. നോക്കിക്കേ, ആ ഉപമ മൊത്തം നോക്കിക്കേ. ഉപമ പൊരുൾ തിരിച്ച് കിട്ടിയവൻ മറഞ്ഞിരിക്കുന്ന സാത്താനെ അറിയുകയാണ്, ഹൃദയത്തിലെ പാറസ്ഥലം കാണുകയാണ്, തഴച്ചു വളരുന്ന വചനത്തെ കെടുക്കാൻ നോക്കുന്ന ലോകത്തിൻ്റെ മുള്ളുകളെ കാണുകയാണ്. വിശ്വാസത്താൽ ഇതിനെ കെടുത്തി ഒരുത്തിന് 30, 60, 100 ഫലം കൊയ്യാം. മറുവശത്ത് സഭയിൽ തന്നെ വെളിപ്പെടുന്ന കളകൾ, പിശാചിൻ്റെ പുത്രന്മാർ. എന്തുകൊണ്ട് അവരെ നീക്കി കളയുന്നില്ല? പേടിക്കണ്ട, വിശ്വാസത്താൽ പൊരുൾ തിരിച്ചു കിട്ടിയവൻ കാര്യം അറിയുകയാണ്. 3 പറ മാവിൽ ഒരു സ്ത്രീ ഇട്ട ഈസ്റ്റ് എന്താണ്? വിശ്വാസത്താൽ ഒരു സമൂഹത്തെ, കുടുംബത്തെ ഒരുത്തൻ പൊളിപ്പിക്കുന്നു. പൊളിപ്പിക്കുക മീൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. കടുകുമണി ചെറുതാണ്, എന്നിട്ട് എല്ലാത്തിനേക്കാൾ വലുതായത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. വയലിൽ ഒളിപ്പിച്ച നിധി, തനിക്കുള്ളതെല്ലാം വിറ്റത് എന്തിനാ? വിശ്വാസത്താൽ. ഏറ്റവും വിലയേറിയ മുത്ത്, തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി, വിശ്വാസത്താൽ. വിശ്വാസം എന്നൊരു ടേമാണ് പരിശുദ്ധാത്മാവിടെ എംഫസൈസ് ചെയ്യുന്നത്. യേശു പ്രത്യക്ഷനായി ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തോമസ് ആ കൂട്ടത്തിലില്ലായിരുന്നു. തോമസ് വിശ്വസിച്ചില്ല. 8 ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷനായി. തോമസ് വിശ്വസിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അതാരാണ്? നമ്മളാണ്. ഫിസിക്കലി കർത്താവ് നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മളവനെ വിശ്വസിക്കുന്നു, അതിനപ്പുറം സ്നേഹിക്കുന്നു. പത്രോസ് ഇതേക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളോ ഞങ്ങൾ കണ്ട പോലെ അവനെ കണ്ടൊന്നുമില്ല, പക്ഷെ എന്നിട്ടും നിങ്ങളവനെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. ഇതാണ് ലോകസ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന മർമ്മം. നമുക്ക് അന്ധമായിട്ട് വചനത്തെ വിശ്വസിക്കാം, ഏറ്റെടുക്കാം. എന്താ നമ്മുടെ പ്രശ്നം? സാത്താൻ. പ്രശ്നം എന്താണ്? പാറസ്ഥലം. എന്താണ് പ്രോബ്ലം? ലോകമോഹങ്ങൾ, മുൾച്ചെടികൾ. വിശ്വാസത്താൽ ഇതിന് പരിഹാരമുണ്ട്. പൊരുൾ തിരിച്ചു കിട്ടിയിട്ടും ജഡത്തിൽ നമ്മൾ ഇടപെട്ട് വീഴാൻ പാടില്ല. വിശ്വാസത്താൽ നമുക്ക്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. വിശ്വാസത്തിന് പുറത്ത് നമ്മൾ അന്വേഷിച്ചാൽ അർത്ഥം പിടികിട്ടാഞ്ഞ മനുഷ്യരെ പോലെ ആയിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം കൃപ ചെയ്യട്ടെ. അന്ധമായി യേശുവിനെ, വചനത്തെ വിശ്വസിക്കാൻ, വചനത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയാൻ, വചനം പൊരുൾ തിരിയുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചത്താൽ രക്ഷപ്രാപിപ്പാൻ സ്വർഗം സഹായിക്കട്ടെ. ആമേൻ.